അല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയുന്നതിനേക്കാളുപരി ചില മാധ്യമങ്ങൾ, അത് പ്രത്യേകിച്ച് മുസ്ലിം ഫണ്ടറ്റായിട്ടുള്ള മാധ്യമങ്ങൾ, അവരാണ് ഈ താലിബാൻ വിസ്മയം എന്നത് താലിബാൻ അഫ്ഗാനിസ്ഥാൻ്റെ അധികാരത്തിലേക്ക് കടന്നു വന്ന സമയത്ത് പറഞ്ഞതെന്നാണ് ഞാൻ ഓർക്കുന്നതാണ്. അങ്ങനെയാണ് അവരാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരത് അങ്ങനെ അവർ പറയുന്നത് തന്നെ വലിയ അപകടമാണ്. കാരണം നമ്മളുടെ കേരളം എന്ന് പറയുന്നത് സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ മികച്ചു നിൽക്കുന്നൊരു സംസ്ഥാനമാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം. നമ്മളൊരു കോളേജിൽ ചെന്നതിൻ്റെയിൽ ആ കോളേജിൽ പകുതിയിലേറെ പെൺകുട്ടികളായിരിക്കും, ആൺകുട്ടികളുടെ എണ്ണം കുറവാണ്. MA ക്ലാസ്സിലോ MSc ക്ലാസ്സിലോ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചില ക്ലാസ്സുകളിൽ ഒറ്റ ആൺകുട്ടി പോലും ഉണ്ടാവില്ല, മുഴുവൻ പെൺകുട്ടികളായിരിക്കും. അത്രമാത്രം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മികച്ചു നിൽക്കുന്ന സംസ്ഥാനം സ്ത്രീകളുടെ ഇടയിൽ. അങ്ങനെ ഇരിക്കുന്ന ഈ സംസ്ഥാനത്ത് നിന്ന് ഒരു മുസ്ലിം ചാനൽ പറയുകയാണ് താലിബാൻ വിസ്മയം വരുന്നു എന്ന് പറയുന്നു. എന്തോ അവരുടെയൊക്കെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വലിയ തോതിൽ അവർ ഈ വർഗീയതയ്ക്ക് വിധേയമായതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ളൊരു പ്രഖ്യാപനം അവരന്ന് നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അന്ന് തന്നെ ഞാൻ ഒരു മാഗസിൻ്റെ കവർ ലേഖനം ഉണ്ടായിരുന്നു, ഞാൻ എഴുതിയത്. അപ്പോൾ അതിൽ അതിശക്തമായിട്ട് നമ്മൾ ഈ താലിബാനിസത്തിനെതിരെ ശക്തമായിട്ട് എഴുതിയിരുന്നു. കാരണം അവിടെ നിന്ന് വന്ന കഥകളെല്ലാനും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും, അതുവരെയും അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ശരിയാണ്, വിദേശ ആധിപത്യത്തിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഭരണകൂടമൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നുള്ളത്, ശരിയാണ്. പക്ഷേ ആ ഭരണകൂടം സ്ത്രീകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനും സ്വതന്ത്രമായിട്ട് വിദ്യാഭ്യാസം നേടാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ളതാണ്. പക്ഷേ താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം സ്ത്രീകളോട് പഠിക്കണ്ട എന്ന് പറഞ്ഞു. പഠിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പെൺകുട്ടികൾക്ക് ശക്തമായിട്ടുള്ള ഭീഷണികളുണ്ടായി. ചിലവരെയൊക്കെ അവർ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് കൂടിയാണ് ഇപ്പോഴത്തെ വാർത്തയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവർ പറയുന്ന ശരീഅത്ത് നിയമം അനുസരിച്ച് പെൺകുട്ടികൾ 6ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി. ഈ 6ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് സാമാന്യമായിട്ട് മതപഠനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതാണ്. മതം പഠിച്ചാൽ മതി. പിന്നെ എന്തിനാ സ്ത്രീ എന്ന് ചോദിച്ചാൽ അവർ പെറാനും കുട്ടീനെ പോറ്റാനും വേണ്ടി മാത്രമാണ്. താലിബാന്മാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള യന്ത്രമായിട്ട് അവർ ഗർഭപാത്രമായിട്ട് അവർ നിന്നാൽ മതി എന്ന് പറയുന്ന വളരെ ഭീകരവും അതേപോലെ തന്നെ പൈശാചികവും കാടത്ത് നിർണ്ണമായിട്ടുള്ള പ്രാകൃത അവസ്ഥയുടെ ഭരണകൂടമാണ് യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിലനിൽക്കുന്നത്.